ഭാരത് ടിവിയിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വിനീതമായ നമസ്കാരം. വീട് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ്. ഇന്ന് അത് ഒരു വളരെ ചെറിയ സ്ഥലപരിമിതിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെയൊക്കെ സ്വപ്നമായ ഈ വീടിനെ സ്വർഗതുല്യമായി സാക്ഷാത്കരിക്കുന്നതിന് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആർക്കിടെക്റ്റായ ജൂലിയാണ്. നമസ്കാരം ജൂലി. താങ്ക്സ് വിദ്യ. നമുക്കൊരു വീട് അത് വീടായിട്ട് കാണണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് അത്യാവശ്യം വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ട്. പ്രസിദ്ധമായ ഫ്രഞ്ച് ആർക്കിടെക്ട് ലേ കോബസീർ പറഞ്ഞിരുന്നത് സ്പേസ്, ലൈറ്റ് ആൻഡ് ഓർഡർ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദാറ്റ് മാൻ നീഡ്സ് ജസ്റ്റ് as മച്ച് as he needs a place to eat and to sleep. അപ്പോൾ ഈ മെയിൻ കാര്യങ്ങൾ സ്പേസ്, ലൈറ്റ് ആൻഡ് ഓർഡർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് when we design a home. Space is the biggest player in design. The main rule in interior design is that we should not fill up the space with things. It is always important to leave a little bit of space for the room to breathe and for people to breathe. Space is obviously the biggest player in design. The biggest rule in interior design is not to fill every corner of a room. It is really important to leave space in a room so that the people can breathe and the room can breathe. Before you buy furniture, you must consider ആ റൂമിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. അവിടെ കഴിക്കാൻ പോവാണോ, അവിടെ കളിക്കാൻ പോവാണോ, അതോ ഫ്രണ്ട്സുമായിട്ടിരുന്ന് സോഷ്യലൈസ് ചെയ്യാൻ പോവാണോ? സോ ഈ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഫേർണിച്ചർ മേടിക്കണമെന്നൊക്കെ അതിന് ലിസ്റ്റ് എഴുതുന്നത്. And it is very important not to buy furniture that is too big for the room. All pieces of furniture should be proportionate to the size of the room. And furniture pieces എല്ലാം ഭിത്തിയുടെ ഒപ്പം ഫിക്സ് ചെയ്ത് വെക്കാതെ ഇച്ചിരി ഗ്യാപ്പ് വെച്ച് വെക്കുന്നതാണ് ഒരു സ്പേസിലൊരു ഇല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ഫാക്ടറാണ് ലൈറ്റ്. ജനറലി നമ്മൾ മറ്റേ ക്യാരക്ടറിസ്റ്റിക്കിനെ പറ്റി ഒത്തിരി ശ്രദ്ധ കൊടുത്തേച്ച് വി ഫൊഗെറ്റ് അബൌട്ട് ലൈറ്റ്. എല്ലാ മുറിയിലും എത്ര വിൻഡോസ് ഉണ്ട്, ഏത് ഡയറക്ഷനിലാണ് ആ മുറി ഫേസ് ചെയ്യുന്നത്, നമ്മൾ നോർത്ത് ആണോ ഫേസ് ചെയ്യുന്നത്, സൗത്ത് ആണോ ഫേസ് ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യണം. ബിക്കോസ് ഓസ്ട്രേലിയയിൽ നോർത്ത് ലൈറ്റും സൗത്ത് ലൈറ്റുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്മൾ ഏത് കളേഴ്സാണ് ഉപയോഗിക്കാൻ പോകുന്നത്, വാട്ട് ടൈപ്പ് ഓഫ് ഫേർണിച്ചർ ആർ വി ഗോയിങ് ടു ഹാവ്, ബട്ട് വി ഫൊഗെറ്റ് അബൌട്ട് ലൈറ്റ്. വിൻഡോസ് ഫേസിംഗ് സൗത്ത് ആൻഡ് വിൻഡോസ് ഫേസിംഗ് നോർത്ത് provide a completely different type of natural lighting in the room. North facing windows are the best because they provide a uniform light throughout the day. But south facing windows adhiyam light illathonde those rooms are much darker. പിന്നെ നാച്ചുറൽ ലൈറ്റ് കൺസിഡർ ചെയ്തേച്ച് നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് കൺസിഡർ ചെയ്യേണ്ടത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ നമ്മൾ 3 ടൈപ്പ് ഓഫ് ലൈറ്റ്സ് ഉണ്ട്. ജനറൽ ലൈറ്റിംഗ്, ടാസ്ക് ലൈറ്റിംഗ് ആൻഡ് ആംബിയൻറ്റ് ലൈറ്റിംഗ്. ജനറൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മുറിക്കകത്ത് കയറുമ്പം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇറ്റ് ബ്രൈറ്റൻസ് അപ്പ് ദി എൻറ്റയർ റൂം. ടാസ്ക് ലൈറ്റിംഗ് മീൻസ് ഇറ്റ് ഈസ് സ്പെസിഫിക് ടു എ ടാസ്ക്. നമ്മൾ വായിക്കാൻ അല്ലെങ്കിൽ അടുക്കളയിൽ കുക്ക് ചെയ്യാനോ വല്ല ഉപയോഗിക്കുന്ന സ്പെസിഫിക് ലൈറ്റിംഗ് ആണ് ടാസ്ക് ലൈറ്റിംഗ്. തേർഡ് ലൈറ്റിംഗ് type of light is the mood lighting that is provided by table lamps or floor lamps, and they give a different mood to the room. And it is very important to consider that the 3 layers of lighting in a room. But നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സുമായിട്ട് ഇരുന്ന് സോഷ്യലൈസ് ചെയ്യുമ്പം മറ്റേ ബ്രൈറ്റ് ലൈറ്റ്സ് ഒക്കെ സ്വിച്ച് ഓഫ് ചെയ്തേച്ച് നമ്മൾ മൂഡ് ലൈറ്റ് മാത്രം സ്വിച്ച് ഓൺ ചെയ്താൽ ഇറ്റ് ക്രിയേറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫീലിംഗ്. The third factor is order. To improve the energy levels in your home, we need to respect the space in that home and to respect the belongings in our home. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് we need to remove clutter. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം we need to get rid of. Because
in the end, those things take up a lot of space in our house. Multi-purpose furniture like ottomans, coffee tables, which can be used as coffee tables or as storage, is very useful because they don't take up that much space. Loose wires and cords need to be moved away from sight. ആരും കാണാത്ത storage units nathu save ചെയ്താൽ they will also improve the space around. നമ്മൾ വീട് പണിയുമ്പോഴത്തേക്ക് ഒരുപാട് മാതൃകകൾ കാണിക്കാറുണ്ട്. ഇതുപോലെ വേണം, അല്ലെങ്കിൽ ഇതുപോലെയുള്ളതായിരിക്കണം, ഇത്ര വലിപ്പം വേണം, ഇത്ര സ്പേസ് യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കളർ സെലക്ഷൻ വരുമ്പോഴത്തേക്ക് ആ കളർ സെലക്ഷൻ എങ്ങനെയാണ് വീടിൻ്റെ? കളർ സെലക്ട് ചെയ്യാനായിട്ട് ഇൻറ്റീരിയർ ഡിസൈനിൽ ഞങ്ങളൊരു റൂള് വെക്കും. ഇറ്റ് ഈസ് കോൾഡ് ദ 10-30-60 റൂൾ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഗോൾഡൻ റേഷ്യോ. അപ്പോൾ വിദ്യ എന്ത് വിചാരിക്കുന്നു, ഒരു വീട്ടിൽ ഏറ്റവും ഡോമിനൻ്റ് കളർ ഏതാ? നമ്മൾ പൊതുവെ കേട്ട് വെച്ച് പറയുന്നത് ബോൾസ് ആണ് കൂടുതൽ. അല്ലെങ്കിൽ കളർ പ്രിഫർ, ഇന്ന കളർ വേണം, അല്ലെങ്കിൽ ഇത് ബെഡ്റൂംസിന് ഇങ്ങനെ വേണം, കിച്ചണിന് ഇങ്ങനെ വേണം, അങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നു ബോൾസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, യു ആർ റൈറ്റ്. പക്ഷേ what I would consider the most important aspect is the floor. Because floor ആണ് ഏറ്റവും expensive and also the most dominating color in the space. അപ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് ഫ്ലോർ ആണ്. ഫ്ലോർ സെലക്ട് ചെയ്ത് കഴിഞ്ഞേച്ച് ആണ് നമ്മൾ ഭിത്തിയുടെ കളർ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദ ഫ്ലോർ constitutes about 60% of the color. Because that is the one that runs from the front door to the back. Okay. അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞേച്ച് നമ്മൾ വാൾസിൻ്റെ കളർ സെലക്ട് ചെയ്ത്, ആൻഡ് വി ഹാവ് ടു ബേസ് ദ കളർ ഓഫ് ദ വാൾസ് ഓൺ ദ പാലറ്റ് ഓഫ് ദ ഫ്ലോർ. ഇപ്പം ഫ്ലോറിൻ്റെ ടിമ്പർ ആണോ അതോ ടൈൽസ് ആണെങ്കിൽ അതിനകത്തെ കളർ ഹ്യൂസ് നമ്മൾ ക്യാപ്ചർ ചെയ്ത് അത് വാം കളേഴ്സ് ആണോ കൂൾ കളേഴ്സ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞേച്ച് നമ്മൾ ഭിത്തിയുടെ കളർ ഡിറ്റർമിൻ ചെയ്യണം. പിന്നെ 30% എന്ന് പറയുന്നത് ഫേർണിച്ചറിൻ്റെ കളറാണ്. 10% നമ്മൾ പറയുന്നത് ആക്സെൻറ്റ് കളേഴ്സ്. നമ്മൾ ആക്സെൻറ്റ് കളേഴ്സ് പറയുന്നത് നമ്മൾ കുഷ്യൻസ്, ആർട്ട് വർക്ക്, റഗ്സ് ഓൺ ദ ഫ്ലോർ, പിന്നെ പെയിൻറ്റിങ്സ് ഒക്കെയാണ് കം ഇൻ ദാറ്റ് 10% കളർ. ആക്സെൻറ്റ് കളേഴ്സ് നമുക്ക് ഇച്ചിരി അഡ്വെഞ്ചറസ് ആവാം. But again, they need to be based on the background of the floor and the walls. നമ്മുടെ വീട് പണിയുമ്പോഴേക്ക് കുറേ പേരൊക്കെ വോൾസിൽ ആർട്ട് ഡെക്കറേഷൻ ചെയ്യുന്നവരുണ്ട്, ഫോട്ടോസ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വോൾസിലുള്ള ഈ ഡെക്കറേഷൻ്റെ സെലക്ഷൻ എങ്ങനെയാണ്? 2 ടൈപ്പ് ആർട്ട് വർക്ക് ഉണ്ട്. The one that we see when we are standing up and the one that we see when we are sitting down. അപ്പോൾ നമ്മൾ നിന്ന് കാണുന്ന ആർട്ട് വർക്ക് ആണെങ്കിൽ വി നീഡ് ടു പ്ലേസ് ദ സെൻറ്റർ ഓഫ് ദി ആർട്ട് വർക്ക് ഓർ ദ സെൻറ്റർ ഓഫ് ദ കൊളാജ് ഓഫ് ഫോട്ടോഗ്രാഫ്സ് അറ്റ്ലീസ്റ്റ് 1.5 meters ഫ്രം ദ ഫ്ലോർ. ഒരു കൗച്ചിൻ്റെ പുറയിൽ നമ്മൾ ആർട്ട് വർക്ക് വെക്കുകയാണെങ്കിൽ അതിൻ്റെ സൈസ് ഹാസ് ടു ബി പ്രൊപ്പോർഷനറ്റ് ടു ദ സൈസ് ഓഫ് ദ കൗച്ച്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ബെസ്റ്റ് നോട്ട് ടു മേക്ക് ഇറ്റ് സ്മോളർ ദാൻ ഹാഫ് ദ സൈസ് ഓഫ് ദ കൗച്ച് ഓർ from കൗച്ചിൻ്റെ മെഷർമെൻറ്റ് 2 meters ആണെങ്കിൽ അപ്പോൾ ആ ആർട്ട് വർക്ക് ഷുഡ് ബി 1 meter ഓർ അപ് ടു 1.5 meters wide. നമ്മൾ വളരെ ആഗ്രഹിച്ചിട്ടാണ് ഒരു വീട് പണിയുന്നത് അല്ലേ? അപ്പോൾ അതൊരു പൂർണ്ണമായിട്ടും ഒരു വീടായിത്തീരണമെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്? അപ്പോൾ ഒരു ഡിസൈനർ നോക്കുമ്പോൾ he or she has to make the design of the house ergonomic, sustainable and enduring. Ergonomic എന്ന് പറഞ്ഞാൽ it has to be convenient for the family. It has to be sustainable so that family spend the money should be helpful for the family. And I would say that the most important ingredient in your home is happiness. നമ്മുടെയൊക്കെ സ്വപ്നമായ വീട് അതെങ്ങനെ മനോഹരമാക്കി തീർക്കാമെന്ന് നമുക്ക് പറഞ്ഞത് ജൂലിയോട് ഭാരതിയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കും. നന്ദി ജൂലി. Thank you, Vidya. It was a pleasure. I hope the viewers enjoyed it.